നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മന്ത്ലി കറണ്ട് അഫേഴ്സ് ആണ്. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മെയ് മാസം അവസാനിച്ച സ്ഥിതിക്ക് ആ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഒരുപാട് ഫാക്ടുകൾ മെയ് മാസത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് മാത്രം നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ്. എല്ലാ മാസവും ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസവും നമ്മൾ ഓരോ മാസം അവസാനിക്കുമ്പോഴും ആ മാസത്തെ ഷുവർ ഷോർട്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ സെഷനാണിത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ മെയ് 2024 കറണ്ട് അഫേഴ്സ് നമുക്ക് നോക്കാം. ഒന്നോ രണ്ടോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ്. അപ്പൊ ഇതെല്ലാം മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാൽ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ് ഉത്തരം. മെയ് 3, മെയ് 3-ാം തീയതി, മെയ് മാസം 1-ാം തീയതിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഓക്കെ, ലോക തൊഴിലാളി ദിനമാണ്. ഇത് മെയ് 3 ആണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ്. മനസ്സിലാക്കാം, ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 1993 മുതലാണ് എല്ലാ വർഷവും മെയ് 3-ാം തീയതി ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം. ഈ മനസ്സിലാക്കേണ്ട പോയിന്റ്, 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന യുനെസ്കോയുടെ സമ്മേളനം, അതിന്റെ വേദിയാണ് ചിലിയിലെ സാന്റിയാഗോ. എന്നാൽ 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന യുനെസ്കോയുടെ സമ്മേളനം നടന്നത് ചിലിയിലെ സാന്റിയാഗോയിലാണ്. ഓക്കെ, 2023 ഈ സമ്മേളനം നടന്നത് ന്യൂയോർക്കിലായിരുന്നു. 2023 ഈ സമ്മേളനം നടന്നത് ന്യൂയോർക്കിലായിരുന്നു. ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയ് മാസം 3-ാം തീയതിയാണ്. ഈ വർഷത്തെ ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ് എന്നാണ്. എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദി ഫേസ് ഓഫ് ദി എൻവയോൺമെന്റൽ ക്രൈസിസ്. ജേർണലിസം ഇൻ ദി ഫേസ് ഓഫ് ദി എൻവയോൺമെന്റൽ ക്രൈസിസ്. ഇതാണ് 2024 പത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രമേയം എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ ഫാക്ട്. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയായി. ഇത് 2024 മെയ് മാസത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഫാക്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി ആരാണ്? ഓക്കെ, ആരാണത്? കാമി റിത ഷെർപ്പ എന്നാണ്. കാമി റിത ഷെർപ്പ. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? എത്ര തവണ ഇദ്ദേഹം കീഴടക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം. കാമി റിത ഷെർപ്പ. മനസ്സിലാക്കുക, നേപ്പാളിൽ നിന്നുള്ള പർവ്വതാരോഹകനാണ്. ആരാണ്? നേപ്പാളിൽ നിന്നുള്ള പർവ്വതാരോഹകനാണ്. 29 തവണ, 29 ടൈംസ്, 29 തവണയാണ് ഇദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ളത്. 29 തവണ. 2024 മെയ് മാസത്തിലാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം തന്റെ തന്നെ റെക്കോർഡ് തിരുത്തി 29-ാം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അപ്പം മുമ്പ് 28 തവണ എവറസ്റ്റ് കീഴടക്കിയിരുന്ന വ്യക്തിയായിരുന്നു. 29-ാമത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു എവറസ്റ്റിലോട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെയ്തത് 2024 മെയ് മാസത്തിലായിരുന്നു. അപ്പം 29-ാമത്തെ തവണ അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് 2024 മെയ് മാസത്തിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇദ്ദേഹം നേപ്പാളിൽ നിന്നുള്ള പർവ്വതാരോഹകനാണ്. പേര് കാമി റിത ഷെർപ്പ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ വിന്നേഴ്സ് ഓഫ് മൈൻഡ് സെറ്റ് എന്നാണ്. ദി വിന്നേഴ്സ് ഓഫ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം എഴുതിയ ക്രിക്കറ്റ് താരം ആരാണ്? ദി വിന്നേഴ്സ് ഓഫ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം ഷെയ്ൻ വാട്സൺ. ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് കളിക്കാരാണ്? മനസ്സിലാക്കുക, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വാട്സൺ. അറിഞ്ഞിരിക്കാം, സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ, ഇത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ്, ഇത് ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. വീണ്ടും നമ്മൾ മറ്റൊരു ക്രിക്കറ്ററുടെ പുസ്തകം പഠിക്കുന്നു. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമായുള്ള ഷെയ്ൻ വാട്സന്റെ പുസ്തകം പേരെന്താണ്? ദ വിന്നേഴ്സ് ഓഫ് മൈൻഡ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ്, 2024 ഏപ്രിൽ കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 2024 ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. ഓൾഡ് കിജാബെ അണക്കെട്ട് ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് ഉത്തരം. കെനിയ. ഏതാണ്? കെനിയയിലാണ് ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കുക, കെനിയയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഓൾഡ് കിജാബെ. കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി. ഓക്കെ, കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി. ഈ രണ്ട് ഫാക്ട് മറക്കാൻ പാടില്ല. ഓക്കെ, ഗ്രേറ്റ് റിഫ്റ്റ് വാലി, ഡാമിന്റെ പേര് ഓൾഡ് കിജാബെ, രാജ്യം കെനിയ, തലസ്ഥാനം നെയ്റോബി. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ പൂർണ്ണമായും നവീകരണ ചെലവ് വഹിക്കുന്ന
കാംഗസംതുരൈ തുറമുഖം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? അപ്പൊ ഈ തുറമുഖം, ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇന്ത്യയുടെ ചെലവിലാണ് ഇതിന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്, റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലാണ്. എവിടെയാണ്? ശ്രീലങ്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യയിലുള്ള തുറമുഖമാണ് കാംഗസംതുരൈ തുറമുഖം എന്ന് പറയുന്നത്. പുതുച്ചേരിയിലെ കാരക്കൽ തുറമുഖത്തിൽ നിന്നും 104 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. പുതുച്ചേരിയിലെ കാരക്കൽ തുറമുഖത്തിൽ നിന്ന് 104 കിലോമീറ്റർ അകലെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, മനസ്സിലാക്കണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാംഗസംതുരൈ തുറമുഖം, ശ്രീലങ്ക. ഓക്കെ, നെക്സ്റ്റ്, സത്യജിത് റേ ഫിലിം സൊസൈറ്റി നൽകുന്ന 2024 സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കും? അപ്പോ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയും സിനിമ അവാർഡുകൾ നൽകാറുണ്ട്, സാഹിത്യ പുരസ്കാരം നൽകാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് 2024 സാഹിത്യ പുരസ്കാരമാണ്. ഉത്തരം, ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് ടോപ്പിക് വൈസ് കറന്റ് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് 2023 സുപ്രധാനമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ച കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷത്തെ പരീക്ഷകൾക്കും നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും 2024 ഫാക്ട് ആയിരുന്നു. 2023 വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 24 ലഭിച്ചത്. അദ്ദേഹത്തിന് തന്നെയാണ് ഏത് ലഭിക്കുന്നത്? സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 2024 സാഹിത്യ പുരസ്കാരം. ഇതിന് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് 2024 സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് ഷീല. ഓക്കെ, സത്യജിത് റേ ഫിലിം പുരസ്കാരം ലഭിച്ച നടി ഷീലയാണ് കേട്ടോ. ഓക്കെ, 2024 ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് രാഘവൻ. ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് നടൻ രാഘവനാണ്. ഓക്കെ, നെക്സ്റ്റ്, 2024 മെയിൽ വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്ന ചൈനയുടെ ചാന്ദ്ര ദൗത്യം ഏതും? അപ്പൊ 2024 ഒക്കെ ചൈന വിക്ഷേപിച്ച ചൈനയുടെ ചാന്ദ്ര ദൗത്യം ഏതെന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് Chang'e-6 എന്ന് പറയുന്നത്. Chang'e-6 പേര് മറക്കാൻ പാടില്ല. Chang'e-6 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെയാണ്. ഇതിന് കൂടുതൽ 2-3 റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാനുണ്ട്. ഒന്ന്, ഈ Chang'e-6ന്റെ ഒരു ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു, എന്താണ് ഇവർ ചെയ്യുന്നത്? ചന്ദ്രന്റെ വിദൂര ഭാഗത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. 2, വിക്ഷേപണം നടന്നത് 2024 മെയ് മാസം 3-ാം തീയതി. ഈ മെയ് 3-ാം തീയതിയുടെ പ്രത്യേകത ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്താണ്? ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വിക്ഷേപണ വാഹനം ഏതാണ്? ചൈനയുടെ സ്ഥിരം വാഹനം തന്നെയാണ് ലോങ് മാർച്ച് 5 റോക്കറ്റ് അല്ലെ? ലോങ് മാർച്ച് 5 റോക്കറ്റ് അല്ലെ? അത് നമ്മുടെ മാവേ സതുങ്ങിന് ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ലോങ് മാർച്ച് 5 റോക്കറ്റ് ആണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് നിർമ്മാതാക്കൾ നാഷണൽ, അതായത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു വിക്ഷേപണ സമയത്ത് തന്നെ ഉണ്ടായ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ്? ചൈനയുടെ സഹായത്തോടു കൂടി 2024 വിജയകരമായി വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹമാണ് iCube-Q. എന്താണ്? iCube-Q. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ Chang'e-6 ചോദിച്ചില്ലെങ്കിൽ പോലും ഈ iCube-Q ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പാകിസ്ഥാന്റെ ആദ്യത്തെ ചാന്ദ്ര ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? iCube-Q എന്ന് പറയുന്നത്. ഒന്നും. രണ്ടാമത്, ഈ പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? സൂപ്പർകോ എന്നാണ്. സൂപ്പർകോ ഇന്ത്യയെ പോലെ ഒരു കപ്പാസിറ്റി ഉള്ള, ഇന്ത്യയുടെ ISRO പോലെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ അല്ല സൂപ്പർകോ. സ്വന്തമായിട്ട് വികസിപ്പിച്ച് വിക്ഷേപണം നടത്താൻ കഴിവുള്ള ഒരു ഏജൻസി അല്ല. അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു വിക്ഷേപണം നടത്തിയിരിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ചൈനയുടെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള Chang'e-6ന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ ഈ ഒരു സാറ്റലൈറ്റ്, അതായത് iCube-Q എന്ന് പറയുന്ന ആദ്യത്തെ ചാന്ദ്ര ഉപഗ്രഹം കൂടെ അവർ വിക്ഷേപിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് വിക്ഷേപിച്ചിരിക്കുന്നത് ചൈനയുടെ സഹായത്തോടെ. ഏതിന്റെ കൂട്ടത്തിൽ? Chang'e-6ന്റെ കൂടെ. ഇവരുടെ ഔദ്യോഗിക, അതായത് ഒഫീഷ്യൽ അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഏജൻസിയുടെ പേര് എന്താണ്? പാകിസ്ഥാന്റെ സൂപ്പർകോ. സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ എന്നാണ്. സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ. ചൈനയുടെ ആണെങ്കിലോ CNSA, അതായത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ ബോംബർ വിമാനം ഏതാണ്? അപ്പൊ ഡൊമസ്റ്റിക് ഇൻഡിജിനിയസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ ബോംബർ വിമാനമാണ് ഇതെന്ന് പറയുന്നത് FWD-200B. ഇതാണ് FWD-200B ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആളില്ലാ ബോംബർ വിമാനം.
ഓക്കെ, നിർമ്മാതാക്കൾ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ബാംഗ്ലൂർ കേട്ടോ. ഓക്കെ, ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ബാംഗ്ലൂരാണ്. നെക്സ്റ്റ്, പ്രസവ സമയത്ത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പ്രസവ സമയത്തും സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് ആത്മവിശ്വാസം നൽകാനായി ഗർഭിണികൾക്കൊപ്പം ബന്ധുവായ ഒരു സ്ത്രീയെ അനുവദിക്കുന്ന പദ്ധതി ഇത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല ഹോസ്പിറ്റലുകളിലും ഡെലിവറിയുടെ സമയത്ത് ഹസ്ബൻഡുമാരെ കൂടെ നിർത്താനുള്ള അനുവാദം ഉണ്ടാവാറുണ്ട് അല്ലെ. ഇത് സർക്കാർ തലത്തിൽ ഒരു പദ്ധതി വരികയാണ്. ഓക്കെ, അപ്പോ ഗർഭിണികളുടെ കൂടെ ബന്ധുവായ ഒരു സ്ത്രീയെ അനുവദിക്കുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ പേരെന്താണ്? അമ്മയ്ക്കൊരു കൂട്ട്. ഇതാണ് അമ്മയ്ക്കൊരു കൂട്ട്. അമ്മയ്ക്കൊരു കൂട്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. അമ്മയ്ക്കൊരു കൂട്ട് എന്നതാണ് ഈ പദ്ധതിയുടെ പേര്, മറക്കാൻ പാടില്ല. ഓക്കെ, യെസ്, പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയ ആശുപത്രിയാണ് SAT ആശുപത്രി തിരുവനന്തപുരം. ഓക്കെ, SAT ആശുപത്രി തിരുവനന്തപുരം. നെക്സ്റ്റ്, 2023-24 സീസണിലെ ISL ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. 23-24 ISL അവസാനിച്ചു, IPL അവസാനിച്ചു. അതിന് ജേതാക്കളെ വിന്നേഴ്സിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ISL പഠിക്കുന്നത്. ISL കിരീടം 23-24 സീസണിൽ ആരായിരുന്നു? മുംബൈ സിറ്റി FC. ഓക്കെ, മുംബൈ സിറ്റി FC ടീമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് ആയത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് റണ്ണറപ്പ് ആയത്. മുംബൈ സിറ്റി FCയുടെ രണ്ടാമത്തെ കിരീടമാണ് 2023-24 സീസണിലേത്. അതുപോലെ തന്നെയാണെങ്കിൽ ഫൈനൽ മത്സരത്തിന് വേദിയായത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത കേട്ടോ. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് റണ്ണറപ്പ്. മുംബൈ സിറ്റി FC ആണ് കിരീടം നേടിയത്, മറക്കല്ലേ. യെസ്. നെക്സ്റ്റ്, കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന് പൊതു ഇടമായി ADSകളെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അത്. അപ്പൊ ADSന്റെ ഫുൾ ഫോം എന്താ? ADSന്റെ ഫുൾ ഫോം എന്താ അത് നമുക്ക് പറയാം. ഓക്കെ, അതിലോട്ട് വരുന്നതിന് മുമ്പ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനും പൊതു ഇടമായി ADSകളെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്നിടം. എന്താണ്? എന്നിടം. അപ്പൊ എന്നിടം എന്ന് പറയുന്ന പദ്ധതി ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ കേരളത്തിൽ നടപ്പിലാക്കുന്നത്? കുടുംബശ്രീ മിഷൻ കേട്ടോ, കുടുംബശ്രീ മിഷൻ. ഓക്കെ, എന്നിടം അറിഞ്ഞിരിക്കുക. പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ADS അറിയപ്പെടുന്നത് എന്നിടം റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ എന്നാണ്. എന്താണ്? എന്നിടം റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ. എന്നിടം റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് ADS അറിയപ്പെടുന്നത്. ഈ ADSന്റെ ഫുൾ ഫോം എന്താ ശരിക്കും? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. എന്താണ്? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അപ്പൊ എന്നിടം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന് പൊതു ഇടമായി ADSകളെ വികസിപ്പിച്ചെടുപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് എന്നിടം. നെക്സ്റ്റ്, ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകത്തിന്റെ പേരെന്താണ്? പലമത സാരവുമേഘം. പലമത സാരവുമേഘം. ഈ പുസ്തകം പുറത്തിറക്കിയത് ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു. അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ആലുവ സർവമത സമ്മേളനം നടന്ന വർഷം 1924 ആണ്. 2024 ആകുമ്പോൾ 100ാമത്തെ വർഷമായി എന്ന് മനസ്സിലാക്കാം. 2024 100ാമത്തെ വർഷമായി എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ചൈന പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഇന്ത്യയുടെ അല്ല, ചൈനയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുജിയാൻ. ഫുജിയാൻ. അപ്പൊ ചൈനയുടെ 2 ഫാക്ട്സ് നമ്മൾ പഠിച്ചു. ചൈനയുടെ ചാന്ദ്ര ദൗത്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണെങ്കിൽ അവരുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുത്ത വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ഫുജിയാൻ. ഫുജിയാൻ മറക്കരുതില്ല. ഫുജിയാൻ എന്നുള്ള പേര് മറക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ വിമാനവാഹിനികൾ ഉള്ള 2ാമത്തെ രാജ്യമാണ് ചൈന. ഏറ്റവും കൂടുതൽ വിമാനവാഹിനികളുള്ള 2ാമത്തെ രാജ്യമാണ് ചൈന. മൊത്തം 3 ഉണ്ട്. ഏറ്റവും കൂടുതൽ വിമാനവാഹിനികളുള്ള രാജ്യമാണ് USA. USAക്ക് 11 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 2 അപ്പൊ ഈ ഓർഡർ മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുള്ളത് USA 11, ചൈന 2ാമത്, ഇന്ത്യ 3 കേട്ടോ. 3, 2 ഈ ഒരു ഓർഡർ മനസ്സിലാക്കാം. നെക്സ്റ്റ്, 2024 മെയ് മാസത്തിൽ മലയാള സാഹിത്യ സമിതി പുറത്തിറക്കിയ 2ാമത്തെ കവിതാ സമാഹാരം ഏത്? മലയാള സാഹിത്യ സമിതി പുറത്തിറക്കിയ 2ാമത്തെ കവിതാ സമാഹാരം ഏതെന്നുള്ളതാണ് ചോദ്യോത്തരം. ദലമർമരങ്ങൾ. 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 ഇത് 2ാമത്തെയാണ്. അപ്പൊ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് ഋതുമർമരങ്ങൾ. ഋതുമർമരങ്ങൾ, ദലമർമരങ്ങൾ. ഈ 2 മറക്കാൻ പാടില്ല. 2ാമത്തെയാണ് ആദ്യം നമ്മൾ ചോദ്യത്തിന് ഉത്തരമായിട്ട് പഠിച്ചത്. 1ാമത്താണ് ഋതുമർമരങ്ങൾ കേട്ടോ. ആരാ പുറത്തിറക്കിയത്? മലയാള സാഹിത്യ സമിതി. എന്താണ്? കവിതാ സമാഹാരം. മലയാള സാഹിത്യ സമിതി. നെക്സ്റ്റ്, GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റായി നിയമിതനായത്? വെരി 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 ഇമ്പോർട്ടന്റ്. നോട്ട് ചെയ്തോ, ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. എന്റെ പ്രോമിസ് ആണ്. നോട്ട് ചെയ്തോ, GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ
ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ്? GST കൗൺസിൽ വന്നതിന് ശേഷം GST അപ്പലേറ്റ് ട്രിബ്യൂണൽ വരികയുണ്ടായി. ആ GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോഴാണ് നിയമനം നടത്തുന്നത്. ആരാണ്? ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര ആണ്. ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത്. ഓക്കെ, അപ്പൊ GST സംബന്ധമായ തർക്കങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ. GST പ്രിൻസിപ്പൽ അപ്പലേറ്റ് ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. GST പ്രിൻസിപ്പൽ അപ്പലേറ്റ് ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, 2024 ONV സാഹിത്യ പുരസ്കാരം. എന്താണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളിയാണോ? നോക്കാം. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്. ആർക്കാണ്? പ്രതിഭ റായിക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആരാണ് ഇവര്? ഒഡിയ ഭാഷയിലും പ്രശസ്ത സാഹിത്യകാരിയാണ് ആര്? പ്രതിഭ റായ്. പുരസ്കാര തുക 3 ലക്ഷം രൂപയാണ്. പുരസ്കാരം നൽകുന്നത് ONV കൾച്ചറൽ അക്കാദമിയാണ്. 2023 പുരസ്കാര ജേതാവ് C രാധാകൃഷ്ണൻ. അപ്പൊ 23 C രാധാകൃഷ്ണൻ ആയിരുന്നു ഓക്കെ ഇതിന്റെ പുരസ്കാര ജേതാവ്. 24 ഒഡിയ ഭാഷയിലെ പ്രശസ്ത സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭ റായി ആണ് കേട്ടോ, മറക്കാൻ പാടില്ല. ആരാ നൽകുന്നത്? ONV കൾച്ചറൽ അക്കാദമി. ഓക്കെ, നെക്സ്റ്റ്, ഇതിന്റെ കൂടുതൽ അറിഞ്ഞിരിക്കാം. ഈ ONV യുവ സാഹിത്യ പുരസ്കാരം 24 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ദുർഗാ പ്രസാദ്. അത് പ്രതിഭ റായ് ഓക്കെ സാഹിത്യ പുരസ്കാരം, യുവ സാഹിത്യ പുരസ്കാരം ദുർഗാ പ്രസാദ്. പുരസ്കാരത്തിന് അർഹമായ ദുർഗാ പ്രസാദിന്റെ കൃതിയാണ് രാത്രിയിൽ അച്ചാങ്കര കേട്ടോ. രാത്രിയിൽ അച്ചാങ്കര എന്ന് പറഞ്ഞ കൃതി എഴുതിയതാരാണ്? ദുർഗാ പ്രസാദ്. യുവ സാഹിത്യ പുരസ്കാരം ONV. ലാസ്റ്റ് ചോദ്യം, 2024 മെയ് മാസത്തിൽ അന്തരിച്ച സംഗീത് ശിവൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? സംഗീത് ശിവൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഉത്തരം സിനിമ അല്ലെ. സിനിമ സംവിധായകനായിരുന്നു സംഗീത് ശിവൻ. സന്തോഷ് ശിവന്റെ ബ്രദർ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹവുമായി ഇവിടെ കുറച്ച് ഫാക്ട്സ് പഠിക്കാനുണ്ട്. തിരക്കഥാകൃത്ത്, ഛായാഗ്രഹൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് സംഗീത് ശിവൻ. ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് വ്യൂഹം. 1990 വ്യൂഹം. അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട മറ്റു ചലച്ചിത്രങ്ങളാണ് ഒന്ന് യോധ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ, ഡാഡി എന്ന് പറയുന്ന സിനിമ, ഗാന്ധർവം, ജോണി, നിർണയം, സ്നേഹപൂർവം, അന്ന, സോർ ഹിന്ദി മൂവിയാണ് സോർ. ഇതെല്ലാം സംവിധാനം ചെയ്ത ആരാണ്? ഓക്കെ, ഈ പറയുന്ന സംഗീത് ശിവനാണ്. അവസാനമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് നമ്മുടെ മലയാള ചിത്രമായിട്ടുള്ള രോമാഞ്ചത്തിന്റെ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള ഓക്കെ കാപ് കാപ്പി. എന്നാണ് കാപ് കാപ്പി. ഓക്കെ, മലയാള ചിത്രമായ രോമാഞ്ചത്തിന്റെ ഹിന്ദി റീമേക്ക് ആണ് കാപ് കാപ്പി. അതും സംവിധാനം ചെയ്ത ആരാണ്? സംഗീത് ശിവനാണ്. പുറത്തിറങ്ങിയിട്ടില്ല. ഓക്കെ, ഇനി മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിനും 1993 ലഭിച്ചിരുന്നു. അത് ലഭിച്ചത് ജോണി എന്ന് പറയുന്ന സിനിമയ്ക്കാന്ന് മനസ്സിലാക്കട്ടോ. ഓക്കെ, ജോണി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുറച്ച് മാത്രം ഇന്ന് പഠിക്കുന്നുള്ളൂ. നാളെ നമ്മൾ ഇതിന്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. മെയ് മാസത്തിലെ ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അതിൽ 10-60 കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ മാസം നോക്കി പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ 2024 കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നാളെ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.